യോഗക്ഷേമം. Move together, speak together, let your minds be united. ഇതാകട്ടെ ഇന്നത്തെ നമ്മുടെ ആപ്തവാക്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ദീപു എൻ മംഗലം, നമ്മുടെ അന്നമനട ഉപസഭയുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ ദീപു എൻ മംഗലം ഏറ്റെടുത്ത ഏത് കാര്യവും കൃത്യനിഷ്ഠയോടെയും ഭംഗിയോടെയും നിർവഹിക്കുന്നു. വിഷമം പിടിച്ച സാഹചര്യങ്ങളെയും പ്രശ്നങ്ങളെയും എപ്പോഴും ഒരു പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കും. അദ്ദേഹത്തിന്റെ നേതൃത്വവും സേവന മനോഭാവവും നമ്മുടെ ഉപസഭയുടെ പ്രവർത്തനങ്ങൾക്ക് വലിയ കരുത്താണ് നൽകുന്നത്. ശ്രീ ദീപു എൻ മംഗലത്തിനെ ഈ യോഗത്തിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ PN നമുക്ക് എത്തിയിട്ടില്ല, വരുന്നേ ഉള്ളൂ, വഴിയിലാണ് അദ്ദേഹം. ശ്രീമതി സുധാ അനന്തശർമ്മ യോഗക്ഷേമ സഭയുടെ ജില്ലാ വനിതാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. സഭയുടെ വനിതാ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന വ്യക്തിത്വമാണ് സുധയുടേത്. ആത്മാർത്ഥതയും സൗഹൃദപരമായ സമീപനവും പ്രവർത്തന മികവും കൊണ്ട് ഏവരുടെയും ആദരവ് നേടിയ ശ്രീമതി സുധാ അനന്തശർമ്മയെ സ്നേഹ ആദരത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അന്നം നൽകുന്ന അന്നമന്ന എന്ന പേര് വരാൻ കാരണമായ പാഥേയം പദ്ധതിയുടെ പ്രതിനിധി ശ്രീ KN വേണു ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി വിനോദിനി ഗുഡപ്പുഴ, ജില്ലാ നിരീക്ഷക വനിതാ സഭ, അന്നമനട ഉപസഭയുടെ എല്ലാ പരിപാടികളിലും നിറഞ്ഞ സാന്നിധ്യമാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുകയും പ്രശംസിക്കുകയും ചെയ്ത് നമുക്ക് ഊർജം നൽകുന്നത് ശ്രീമതി വിനോദിനി. പ്രിയപ്പെട്ട ശ്രീമതി വിനോദിനി ഗുഡപ്പുഴയെ സസ്നേഹം സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പൂപ്പത്തി ഉപസഭയിൽ നിന്ന് ശ്രീ കിരീടം വിഷ്ണുവേട്ടനെ ജീവാമൃതം പ്രതിനിധിയാണ്. അദ്ദേഹത്തിനെ വളരെ ആദരവോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിജയക്ഷേമം പ്രതിനിധിയായ ശ്രീ പ്രതീഷ് രാജ, ജില്ലാ നിരീക്ഷകൻ എന്നിവരെ വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുരസ്കാരം വാങ്ങാനെത്തിയ വിശിഷ്ട വ്യക്തികളെ വളരെ സ്നേഹബഹുമാനത്തോടെ ഞാൻ സ്വാഗതം ചെയ്യട്ടെ. അതുപോലെ വിദ്യാഭ്യാസ പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ എല്ലാ മിടുക്കന്മാർക്കും മിടുക്കുകൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇനി എനിക്ക് സ്വാഗതം പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. നമ്മുടെ ഉപസഭയിലെ എല്ലാ ഭാരവാഹികളും, പ്രത്യേകിച്ച് നമ്മുടെ ഉപസഭാ സെക്രട്ടറി ശ്രീ ഹരിഹരൻ മംഗലം, അതുപോലെ തന്നെ വനിതാ സെക്രട്ടറി സുശീല കടക്കവട്ടം, അതുപോലെ നമ്മുടെ ഉപസഭയിലെ എല്ലാ ഭാരവാഹികളെയും, പ്രത്യേകിച്ച് നമ്മുടെ പണ്ടത്തെ പ്രസിഡന്റായിരുന്നു, ഒരുപാട് നാൾ വർത്തിച്ച ശ്രീ TN മുരളീധരൻ അവർകളെ എല്ലാവരെയും, പ്രത്യേകിച്ച് എല്ലാ ഭാരവാഹികളെയും, ഉപസഭാ സെക്രട്ടറിമാർ, മറ്റ് ഭാരവാഹികൾ എല്ലാവരെയും പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ സഭയിലെ എല്ലാ കുടുംബാംഗങ്ങളെയും നിങ്ങളില്ലെങ്കിൽ നമുക്ക് ആരുമില്ല, അല്ലെ? ഇവിടെ നമ്മൾ ഉപസഭ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ഓരോരുത്തരും വേണം. എല്ലാ കുടുംബാംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ജയ് യോഗക്ഷേമം. അവർക്കെല്ലാം വേണ്ടി നമുക്കെല്ലാം 1 മിനിറ്റ് മൗനം ആചരിക്കാം. മംഗലം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ഇന്ന് ഈ വേദിയിൽ നമ്മുടെ ഉപസഭാ തലത്തിൽ
ആദരിക്കുന്ന 5 പ്രമുഖ വ്യക്തിത്വങ്ങൾ: ശ്രീ മേനായം വാസുവേട്ടൻ, കാച്ചാങ്കട്ടം കൂട്ടേട്ടൻ, ശ്രീ കെ രവി നമ്പൂതിരി കടക്കവട്ടം, ശ്രീ കൃഷ്ണൻ പോറ്റി, ശ്രീ രജു അമ്പഴക്കാട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വാർഷിക യോഗത്തിൽ വെച്ച് വ്യത്യസ്ത മേഖലകളിൽ, വിദ്യാഭ്യാസ രംഗത്തും മറ്റ് മേഖലകളിലും പ്രാഗൽഭ്യം തെളിയിച്ച സമ്മാനാർഹരായിട്ടുള്ള കുട്ടികൾ, ഉപസഭാംഗങ്ങളെ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഈ വാർഷിക യോഗത്തിന്റെ അധ്യക്ഷ പദത്തിൽ ഞാനിരിക്കുന്നത്. ഈ യോഗക്ഷേമ സഭ എന്ന് പറഞ്ഞ് കൂടിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ അന്ന് മുരളീധരൻ അപ്പോഴും വളരെ സജീവമായിട്ട് അതിലുണ്ട്. അങ്ങനെ പോയിരുന്ന ഒരു കാലം ആ കുട്ടിക്കാലത്തെ നല്ല ഓർമ്മയായി നിൽക്കുന്നുണ്ട്. അന്ന് അവർ തുടങ്ങി വെച്ച ആ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പിന്നീട് വന്ന പ്രസിഡന്റ്, നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ മുരളിയേട്ടൻ, രീതിയിലുള്ള മറ്റൊരു യോഗക്ഷേമ സഭാ കുടുംബാംഗങ്ങളെ, ബ്രാഹ്മണ സമൂഹം ഇന്നൊരു പ്രത്യേക അവസ്ഥയിലാണ് പോകുന്നതെന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. വിവാദങ്ങളും വിഷയങ്ങളുമായിട്ട് ഓരോ ദിവസവും നമുക്കുണ്ട് ഓരോ വിഷയങ്ങൾ. തമാശ പറഞ്ഞാലേ സ്വർണം കെട്ടത് ആരപ്പ, നമ്പൂരിയാണപ്പ എന്ന് പറയുന്ന രീതിക്കാൻ എനിക്ക് പോണത്. ഏതോ ഒരു ശാന്തിക്കാരൻ സ്വർണം കൊണ്ടുപോയി, ഉണ്ണികൃഷ്ണൻ നമ്പൂരി സ്വർണം കെട്ടു എന്നായി. പിന്നെ നമുക്ക് ഇരിക്കാൻ കഴിയല്ലോ. വിളികൾ വന്നു തുടങ്ങി. ഏത് ഉപസഭ, ഏത് ജില്ല, എവിടെ, എപ്പോ, എങ്ങനെ എന്നൊക്കെ നമ്മൾ അന്വേഷിച്ചു വന്നപ്പം നമ്പൂരിയൊന്നുമല്ല, ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ നമ്പൂരിയാരുണ്ടല്ലോ ശാന്തി ചെയ്യാനായിട്ട്, അതിൽ പെട്ടതാണ്. അങ്ങനെ നിൽക്കാണ്. എൻ്റെ ബാക്കി ഇതായിട്ടില്ല. എൻ്റെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ശക്തമായിട്ട് നടപടി സഭയെടുക്കും. നമ്പൂരി അല്ലാത്തൊരാളെ നമ്പൂരിയാക്കി സമുദായത്തെ അവഹേളിക്കുന്ന പ്രവണത വെച്ച് പൊറുപ്പിക്കാൻ ഇനി പറ്റും. നമ്മൾ സഹിച്ചിരുന്ന പലതും നമ്മുടെ സഹന ശക്തിയെ പരീക്ഷിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോകാൻ സമ്മതിക്കില്ല. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്പൂരിയല്ല. അത് പൂർണ്ണമാവേണ്ടതുണ്ട്. പൂർണ്ണമായാൽ സഭ ശക്തമായിട്ട് അതിന് ഇടപെടും. നമ്പൂരിയാണെങ്കിൽ പിന്നെ തൊണ്ടപൂത്ത മുഴുകാന്നല്ലേ പറ്റുള്ളൂ. അത്രയേ ഉള്ളൂ എൻ്റെ വ്യത്യാസം. എന്തായാലും ഇന്ന് നമ്മൾ പ്രബലമായിട്ടുള്ള ഒരു സമുദായ സംഘടനയാണ്. ആ കാര്യത്തിൽ സംശയം എല്ലാവർക്കും. ഏത് വിഷയത്തിൽ സഭയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ നമ്മൾ ഇടപെടും. മുമ്പൊരു സ്വർണം കെട്ടുമെന്ന് പറഞ്ഞ പ്രബലമായിട്ടുള്ള ഒരു നേതാവിനെ കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല.
അങ്ങനെ പറഞ്ഞതായിട്ട് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് ചോദിക്കുന്നു എന്ന് പരസ്യമായിട്ട് പറയിപ്പിക്കാൻ ഇന്ന് ഈ സഭയ്ക്ക് സാധിച്ചു. അത് നിങ്ങൾ തരുന്ന ഊർജമാണ്. ഉപസഭ കൊടുക്കുന്ന ഊർജം ജില്ലയ്ക്കും, ജില്ല തരുന്ന ഊർജമാണ് സംസ്ഥാനം. അതൊക്കെ ചെയ്യാനുള്ള പ്രാപ്തി ഉണ്ടാക്കി തരുന്നത്. പ്രവർത്തിക്കണം എന്നാണ് സംസ്ഥാനം ആഗ്രഹിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഈ വരുന്ന ജൂൺ 2-ാം തീയതി നമ്മളൊരു വിഷയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതിൻ്റെ തറക്കല്ലിടിയിലാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ സമൂഹത്തില്, ഈ സമുദായത്തില് ഏതാണ്ട് 70% ചന്തക്കാരാണ്. അല്ലെങ്കിൽ അഡൽട്ടഡായിട്ടുള്ള എണ്ണ, ചന്ദനത്തിരി, കർപ്പൂരം, സാമ്പ്രാണി എന്ന് വേണ്ട ഇതെല്ലാം മനുഷ്യജീവന് ഹാനികരമായിട്ടുള്ള സാധനമാണ്. ഇതുകൊണ്ടുണ്ടാവുന്ന അസുഖങ്ങൾ നമ്മൾ നിർവചിക്കാവുന്ന ആഡ് ചെയ്ത് ഒരു മെഷീനിൽ ഒഴിച്ചിട്ട് കെമിക്കൽ ആഡ് ചെയ്ത് ചുറ്റിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് അത് പ്രോസസ്സ് ചെയ്തുണ്ടാക്കാൻ ഉണ്ടായിരുന്നു. ഒരു 5 ദിവസം വരെ അത് ഓടിക്കാം. 5-ാം ദിവസം ആകുമ്പോഴത്തേക്കും ഇച്ചിരി ബുദ്ധിമുട്ടാവും, വെച്ച് തീർക്കാവുന്നൊരു പരുവത്തിലെത്തും. അപ്പോൾ വാങ്ങാനായിട്ട് നമ്മുടെ ഓയിൽ സപ്ലൈ കൊടുക്കും, കിട്ടുന്ന കാശിലാകും കൊടുക്കും. അവരത് കൊണ്ടുപോയി എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ സാധനം കത്തില്ല. ഇത് ബ്ലഡ് ചെയ്ത് തന്നാലും കത്തില്ല. ഈ തവിടന്നെ ഈ വേസ്റ്റ് ഓയിൽ കൂടി ബ്ലഡ് ചെയ്ത് തന്നാലും കത്തില്ല. കത്തിക്കാൻ വേറെ സൂപ്പറിൽ ആഡ് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രശ്നം. വൈറ്റ് ഓയിൽ എന്ന് പറഞ്ഞിട്ട് പെട്രോ കെമിക്കൽ ഉണ്ട്, അതാണ് ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അതിൻ്റെ പുകയുടെ കറുത്ത പുക, തീക്ഷ്ണമായിട്ടുള്ള പുക വരുന്നത്, അത് നമ്മുടെ ലങ്സിന് ഭയങ്കരമായിട്ട് ഇഫക്റ്റ് ചെയ്യുന്ന സാധനം. ഇതാണ് ദിവസവും ഈ കത്തിച്ചോണ്ടിരിക്കണം. നമ്മൾ വിളക്കെണ്ണ അവിടെ കാണാൻ പറഞ്ഞു വിലക്കം വ്യക്തികാർ വരും, ദേവസ്വം ബോർഡ് വരും, നമ്മളും വില കുറവായിരുന്നു നമ്മൾ ഉപയോഗിക്കും. പക്ഷെ ഇത് ഭയങ്കര ഹാംഫുള്ളാണ് നമ്മൾ പോണത്. അതിന് ഭാഗത്തിന് നമ്മൾ പ്രിപ്പയർ ആണ്. അപ്പം അത് മാറ്റങ്ങൾ വരുത്താനായിട്ടുള്ള സംവിധാനം ഉണ്ടാവുമല്ലോ. ഏതായാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കട്ടെ. ഇത് ആനിവേഴ്സറി ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു. കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഓട്ടത്തിലാണ്. ഞാനിപ്പോൾ തന്നെ പോകും. കാരണം ഈ 2-ാം തീയതിത്തെ പരിപാടിയാണ്. എൻ്റെ കൂടെയുള്ള കലാശേഷനും കൂടിയിട്ടാണ്. എനിക്ക് ഇനിയും കുറേ പേരെ കാണാനുണ്ട്. അതിൻ്റെ ഓട്ടത്തിലാണ്. അതിന് വേഗം ഞാൻ പോകും. ഏതായാലും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നതോടൊപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. എനിക്ക് ഈ അവസരം തന്ന ഈ ഭാരവാഹികൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകനും മുഖ്യാതിഥിയും കൂടിയായ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PNT നമ്പൂതിരിയെ ഓൾ കേരള ബ്രാഹ്മൺ ഫെഡറേഷൻ സെക്രട്ടറി ജനറൽ ശ്രീ TN മുരളീധരൻ ആദരിക്കുന്നു. അടുത്തതായി നമ്മുടെ ഉപസഭയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ബഹുമാന്യായ സംസ്ഥാന പ്രസിഡന്റ് നമ്മുടെ പ്രിയപ്പെട്ട ഉപസഭാ പ്രസിഡന്റിന് കൈമാറുന്നു. ദീർഘകാലമായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണത്. ശരിക്ക് എല്ലാ ജില്ലകൾക്കും മാതൃകയാക്കാവുന്ന ഒരു സംരംഭമാണ് ഉപസഭകൾക്കുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. അതൊക്കെ ഭംഗിയമായിട്ട് പ്രിന്റ് ചെയ്ത് നമ്പറൊക്കെ ഇട്ട് ഇത് ഞങ്ങളെ അടുത്തന്നെ പരിഗണിക്കാം അല്ലേ? സംസ്ഥാനത്ത് മൊത്തം മനസ്സിലാക്കാൻ നോക്കാവുന്ന സൗകര്യമാണ്.
അത് പിന്നീട് നിന്നുപോയി. അത് മാറും. കാരണം ഇപ്പം ഇടുക്കി ആദ്യം മോശമായി പോയിട്ട് ഇടുക്കി നമ്മൾ സർവൈവ് എടുത്തു 3 ദിവസമേ. പക്ഷെ അതൊക്കെ ഏതൊക്കെയാണ് അവർക്കൊക്കെ മനസ്സിലാക്കുന്നത്. എങ്കിലും അതൊക്കെ നമ്മൾ പിടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള സംഘങ്ങൾ ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട് കാര്യങ്ങൾ. ഏതായാലും ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. യോഗക്ഷേമ സഭ രജിസ്റ്റർ നമ്പർ 8176 1955 12ാമത് തിരുവിതാംകൂർ കൊച്ചി സാഹിത്യ ശാസ്ത്രീയ ധർമ്മ സംഘങ്ങൾ രജിസ്ട്രാക്കൽ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഉപസഭ രജിസ്റ്റർ സർട്ടിഫിക്കറ്റ് തൃശൂർ ജില്ലയിൽ കല്ലൂർ വടക്കുമണി വില്ലേജിൽ ആസ്ഥാനമായി പ്രവർത്തനം നടത്തിവരുന്ന അന്നമണ്ട ഉപസഭയെ മേൽ നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട യോഗക്ഷേമ സഭയുടെ തൃശൂർ 4 നമ്പർ ഉപസഭയായി പുനർനിർണയം ചെയ്തതായി ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു. മുൻ നമ്പർ റദ്ദ് ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നേരത്തെ വേറെ നമ്പർ ഉണ്ടായിരുന്നു, അത് റദ്ദ് ചെയ്തിട്ട് പുതിയ ഒരു നമ്പറിലുള്ള ഉപസഭയായിട്ട് പുനർനിർണയം ചെയ്തതാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ്. ഇത് ഉപസഭ പ്രസിഡന്റിന് കൈമാറും. ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ 4 വർഷമായി ഈ പാഥേയം പദ്ധതിയിലൂടെ പാവപ്പെട്ട അർദ്ധപട്ടിണിക്കാരായവർക്ക് അന്നം നൽകാൻ അന്നമനയുടെ ഉപസഭ കാണിച്ച ആ ഒരു കരുത്ത് അല്ലെങ്കിൽ ആ ഒരു സൗമനസ്യം, അതിനെ പ്രത്യേകം അഭിനന്ദിക്കാതെ വയ്യ. മറ്റെല്ലാ പരിപാടികളേക്കാൾ ഏറ്റവും പുണ്യകരവും മഹത്വമായ ഒരു പ്രവൃത്തി ആ അന്നദാനത്തിലൂടെ നമ്മൾ സാധ്യമാക്കിയിരിക്കുന്നു. ഏറെ അഭിമാനകരം. ഇനി ജില്ലയുടെ ഒരു പ്രധാന പ്രവർത്തകൻ എന്നുള്ള നിലയിൽ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാതെ അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ പല പദ്ധതികളും തൃശ്ശൂർ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് യോഗക്ഷേമ സഭയുടെ ഭാഗമായി. ഈ വർഷം നമ്മൾ ഹിരൺമയം എന്ന പേരിൽ തൃശ്ശൂർ ജില്ലാ യോഗക്ഷേമ സഭയുടെ സുവർണ ജൂബിലി ആഘോഷം കൊണ്ടാടുകയാണ്. ആ പേര് തന്നെ ശ്രദ്ധേയമാണ്, ഹിരൺമയം 2026. തീർച്ചയായിട്ടും ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ 50 പരിപാടികളോടെ ഹിരൺമയം ഒരു സ്വർണവർണ്ണമായ സ്വർണ്ണ ലിപികളിൽ കൊത്തിവെക്കേണ്ട ഒരു പരിപാടിയാക്കി മാറ്റാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 31 ആകുമ്പോഴേക്കും വളരെ വ്യത്യസ്തങ്ങളായ 50 പരിപാടികൾ തൃശ്ശൂർ ജില്ലയുടെ വിവിധ കോണുകളിൽ വെച്ച് നടത്തുക. എല്ലാ പരിപാടികളും തന്നെ ഒരു ആവറേജിന് മുകളിൽ എത്താൻ സാധിച്ചു എന്നുള്ളത് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു മികവായി തന്നെ കാണേണ്ടിയിരിക്കുകയാണ്. അതില്
ശബ്ദത്തിനുടമയായ ശ്രീ രജു മഴക്കാടിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് ശ്രീ കൃഷ്ണൻ പോറ്റി. ദേവീക്ഷേത്രം അല്ലാത്ത അമ്മലങ്ങളൊക്കെ താന്ത്രികമെന്നുള്ള ഉത്തരവാദിത്വം ഒക്കെ ഉണ്ട്. അപ്പൊ അച്ഛനായിട്ട് തുടങ്ങി വെച്ച കാര്യം 20-30 വർഷമായിട്ട് തുടർന്നുകൊണ്ട് ഞാനും എന്റെ ചേട്ടന്മാരുടെ കുട്ടികളും കൂടി നേരെ ഇറക്കി കൊണ്ടുപോകണം. ഇപ്പൊ 120 ക്ഷേത്രങ്ങളോളം താന്ത്രിക കർമ്മങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് വേണ്ട വിധത്തില് കൊണ്ടു നടത്താൻ മാപ്രാമ്പള്ളി ഒരു പ്രധാനപ്പെട്ട കാവേട്ടൻ, മാപ്രാമ്പള്ളി കാവേട്ടനും അച്ഛനും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. തന്ത്രം രണ്ടുപേരും കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അംഗീകാരമാണ് ഈ ഒരു ആദരവ് എന്നത്. വളരെ സന്തോഷത്തോടുകൂടി ഞാൻ അത് സ്വീകരിക്കുന്നു. വ്യക്തിപരമായിട്ട് ഓരോരുത്തരും നമുക്ക് വളരെയധികം ഓരോ പ്രത്യേകിച്ച് പരിപാടി കലാപരമായിട്ടുള്ള പരിപാടികളുടെ അവസരത്തിൽ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ട് നല്ല അഭിനന്ദനങ്ങളൊക്കെ ഇത് എല്ലാവരും ഒരുമിച്ചൊരു കൂട്ടായ ഒരു യോഗത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരം എന്നത് അങ്ങേറ്റം സന്തോഷമാണ്. താങ്ക് യു. അടുത്തതായി ശ്രീ കൃഷ്ണൻ പോറ്റി. സെക്രട്ടറി, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PND നമ്പൂതിരി, ജില്ലാ പ്രസിഡന്റ് ശ്രീകുമാർ മേലേടം, മറ്റ് ഉപസഭാ അംഗങ്ങളെ, നമ്മുടെ ഈ ഉപസഭയുടെ വാർഷിക പൊതുയോഗത്തിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തി ഞങ്ങളൊക്കെ ആദരിക്കാൻ കാണിച്ച ആ സുമനസ്സുകൾക്ക് എല്ലാവിധ നന്ദി അറിയിക്കുകയാണ്. ഇത്തരത്തിൽ സഭാ പ്രവർത്തനങ്ങൾ ശക്തമാക്കിക്കൊണ്ടത് കാരണം ഇന്ന് സംസ്ഥാനത്തിൽ മുഴുവൻ സംഘടനകൾ അല്ലെങ്കിൽ
സംഘടനകൾ മുഴുവൻ ശക്തമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യോഗക്ഷേമ സഭയുടെ പ്രവർത്തനം മാത്രമാണ് അല്പമെങ്കിലും മന്ദീഭവിച്ചു കിടക്കുന്നത്. സംഘശക്തി കൊണ്ടാണ് ഇന്ന് അവകാശങ്ങൾ മുഴുവൻ നേടിയെടുക്കുന്നത്. ആ ബോധം ഉപസഭാ അംഗങ്ങൾക്ക് മുഴുവൻ ഉണ്ടാകണമെന്നും ഉപസഭാ പ്രവർത്തനങ്ങളിൽ എല്ലാവരും സഹായിക്കണമെന്നും ഉപസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുകയാണ്. ഇത്തരത്തിൽ ക്ഷണിച്ചതിനും എല്ലാവരും ഇതിൽ പങ്കെടുത്തതിനും പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തി അവസാനിപ്പിക്കും. ഉപസഭാംഗങ്ങൾക്ക് ഇതിലേക്ക് നമസ്കാരം. സർഗധനന്മാരായ കലാകാരന്മാരെ കണ്ടെത്താനും അവരെ പ്രോത്സാഹിപ്പിക്കാനും ഉള്ള സുമനസ് ഇത് ഉപസഭയ്ക്കോ അല്ലെങ്കിൽ യോഗസഭയ്ക്കോ മുമ്പുണ്ടായ ഒരു പ്രവർത്തനം. അത് ഇന്നും തുറന്നു പോവുകയും പുറത്തു നിൽക്കുകയും ചെയ്യുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. ഒരു കാലഘട്ടത്തിൽ കപ്പിക്കാട് നമ്പൂതിരി, കല്ലടിക്കോളം നമ്പൂതിരി, വെട്ടത്തുകാട്ടിനാരാണ്, ഉടുക്കുളം കുഞ്ഞുകൂട്ടം തമ്പുരാൻ, ഇവരുടെയൊക്കെ തലമുറ ഏറ്റുവാങ്ങാത്ത കലാകാരന്മാരുടെ തന്നെ കുറവാണ്. ആ പ്രവണതയിലും തുറന്നുകൊണ്ട് പോകുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ അപേക്ഷകൾ ഇത് പ്രോത്സാഹിപ്പിക്കൽ മാത്രമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ ഭാഗമാക്കാവുകയും മറ്റാരെക്കാളും പിന്നിലെല്ലാം നമുക്ക് തെളിയിക്കാൻ ഒരു കഴിവ് നമുക്കുണ്ടാവണം. പ്രാർത്ഥന മാത്രമാണ്. നന്ദി, നമസ്കാരം. കഴിഞ്ഞ വർഷം ഏപ്രിൽ 20 പുതിയ ഭാരവാഹികൾ ചാർജ് എടുത്ത കൂട്ടത്തിൽ സെക്രട്ടറിയായി ചാർജ് എടുക്കേണ്ടി വന്നു. പരമാവധി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം വിജയിച്ചു എന്നറിയില്ല. എങ്കിലും ഓരോ മാസവും മാസാവസാനം ഓൺലൈനായോ അല്ലെങ്കിൽ നേരിട്ടോ വനിതാ സഭയുടെ മീറ്റിംഗ് കൂടാനും തൊട്ടടുത്ത മാസത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരു രൂപരേഖ ഉണ്ടാക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ഓരോ മാസവും ഒരു 3 പ്രവർത്തനങ്ങളെങ്കിലും വെച്ച് ഞങ്ങൾ നടത്തിയിട്ടുമുണ്ട്. കൂടുതൽ പ്രവർത്തനങ്ങളും നമ്മൾ വാർഷിക റിപ്പോർട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ അത് റിപ്പറ്റീഷൻ വരുന്നുണ്ടായിരിക്കും. എങ്കിലും ക്ഷമയോടെ സദയം ക്ഷമിക്കണം, ഇത് കേട്ട് ആശീർവദിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 2025-26 ചാലക്കുടി വാർഷിക റിപ്പോർട്ട്. ചാലക്കുടി പുഴയുടെ ഇരുകരകളിലുമായി പടിഞ്ഞാറ് കുഴൂര് മുതൽ കിഴക്ക് കൊരട്ടി വരെയും തെക്ക് മൂഴിക്കുളം മുതൽ വടക്ക് പാളയംപറമ്പ് വരെയുമുള്ള ചെറിയ ഗ്രാമപ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ അന്നമനട് ഉപസഭയിലെ 85 കുടുംബങ്ങളിൽ നിന്നായി 156 പേരടങ്ങുന്ന ഒരു വനിതാ വിഭാഗമാണ് ഉള്ളത്. 2025 ഏപ്രിൽ മാസത്തെ പൊതുയോഗത്തിന് ശേഷം മെയ് 25 മംഗലപ്പള്ളി ഇല്ലത്ത് വെച്ച് നടന്ന വനിതാ വിഭാഗത്തിന്റെ യോഗത്തിൽ പുതിയ ഭാരവാഹികളെ പരിചയപ്പെടുത്തുകയും ഞാൻ അറിയാവുന്ന ആൾക്കാരാണ്. ദീപു മാഷ്, ഉപസഭാ പ്രസിഡന്റ്, സെക്രട്ടറി. ഇന്ന് എനിക്ക് കിട്ടിയ ക്ഷണിക്കാതെ കിട്ടിയൊരു വേദിയാണ്. മുരളിയേട്ടൻ്റെ കൂടെ ഒരു വേറൊരു ഇതിനു വേണ്ടി പോകുന്നതാണ്. പക്ഷെ മുരളിയേട്ടൻ ഇത് പറയുകയും ചെയ്തു. പക്ഷേ എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. തൃശ്ശൂർ, എറണാകുളം ജില്ലയിൽ എനിക്കിത് വലിയ ഉപകാരമായിട്ട്. എറണാകുളം ജില്ലയിൽ ഇപ്പോൾ ചോറ്റാനിക്കര ഉപസഭയുടെ വാർഷികം ഈ ഹാള് പണിതുകൊണ്ടിരിക്കുക, ആസ്ഥാന മന്ദിരം. ഞങ്ങൾ ഒരു 1 കോടി രൂപയുടെ ഒരു പ്ലാനോടുകൂടി ഒരു ആസ്ഥാന മന്ദിരത്തിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ പ്ലാന് കഴിഞ്ഞ ആഴ്ച മന്ത്രിയുടെ സമക്ഷത്തിൽ വെച്ച് ഞങ്ങളത് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഇത്ര ഭംഗിയായിട്ട് ഒരു സാധനം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഒരു അമ്പലത്തിന് തൊട്ടടുത്ത് ഞാൻ ഒരു വിവാഹത്തിന് ഇവിടെ വന്നിട്ടുണ്ട്, പട്ടന്തയം ശങ്കരേട്ടൻ്റെ ഏട്ടൻ്റെ മകൻ്റെ അപ്പുറത്തെ ഹാളിൽ. അപ്പോഴും കൂടി ഇത് കണ്ടു. പക്ഷെ ഇങ്ങനെ ഒരു നല്ല എ ക്ലാസ് ഒരു വേദിയിൽ ഇപ്പോൾ ഒരു തുടക്കം കുറിച്ച് ഇവിടെ തന്നെ ഉപസഭാ വാർഷികം നടത്തിയതിന് ഇവിടുത്തെ ഉപസഭാ എല്ലാ ഭാരവാഹികളെയും അംഗങ്ങളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇങ്ങനെ ഒരു സാധനം ഞങ്ങൾക്കൂടെ സാധിക്കാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ആശംസയ്ക്ക് എന്നെ വിളിച്ചതിന് എല്ലാ ഭാരവാഹികളും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വാർഷിക ആശംസകൾ നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ മാസവും വീടുകളിൽ നിന്നും എങ്ങനെ കൃത്യമായിട്ട്
എങ്ങനെ ഇത്തരം പൊതിച്ചോറുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഒരു പക്ഷേ നമ്മളെ കാത്തിരിക്കുന്ന തലേ ദിവസം രാത്രി ഒന്നും കഴിക്കാത്ത ആളുകളുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ചാലക്കുടിയിൽ നിന്നും നടന്ന് ഒരു പൊതിച്ചോറ് വാങ്ങി തിരിച്ചു പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ ഭക്ഷണം കാത്തിരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ കൃത്യമായി പൊതിച്ചോറുമായിട്ട് വരുന്ന അതിൻ്റെ ഒരു സമയക്രമീകരണത്തെ കുറിച്ച് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ ഇരുന്നതിന് ശേഷം യോഗക്ഷേമ സഭയുടെയും വനിതാക്ഷേമ സഭയുടെയും റിപ്പോർട്ട് സശ്രദ്ധം ശ്രമിക്കുകയായിരുന്നു. അതിൽ നിന്നും ഒരു കാര്യം വ്യക്തമായി, ഇത്ര കൃത്യമായി ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് ഒരു മാസം കൃത്യമായി വിശക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഭക്ഷണം എത്തിക്കുന്നത് ആ സംഘടനയുടെ ചിട്ടയുടെയും ആ നല്ല പ്രവർത്തനത്തിന്റെയും ഒരു മാതൃക തന്നെയാണ്. അതിൽ അത്ഭുതപ്പെടേണ്ടത് എന്നാണ് തോന്നുന്നത്. നമ്മുടെയൊക്കെ മനസ്സിൽ കഴിഞ്ഞു പോയിട്ടുള്ളൊരു കോവിഡ് കാലമുണ്ട്. കോവിഡ് കാലത്തിൽ എല്ലാവരും ലോക്ക്ഡൌണിൽ നമ്മളൊക്കെ വീട്ടിൽ അടഞ്ഞുകൂടിയിരുന്ന സമയത്ത് പലപ്പോഴും പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഇതൊക്കെ മറികടന്നുകൊണ്ട് ഒരുപക്ഷെ എന്താണ് ഈ അസുഖമെന്നറിയില്ല, നാളെ എന്താണെന്നറിയില്ല, നാളെ ഈ ലോകമുണ്ടാകും എന്നറിയില്ല, ഇതൊക്കെ നമ്മൾ ഭയാനകമായ ഒരു അന്തരീക്ഷത്തിൽ എല്ലാവരും വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു സമയത്താണ് പത്രപ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകേണ്ടി വരും. സ്വാഭാവികമായിട്ടും ഈ സമയത്ത് ആരോഗ്യവകുപ്പ് പ്രവർത്തകർ പുറത്തുണ്ട്, അതുപോലെ തന്നെ പോലീസ് പുറത്തുണ്ട്. അങ്ങനെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ നിരീക്ഷിച്ച സമയത്ത് ദേശീയപാതയിലൂടെ രോഗികളെ കൊണ്ടുപോകുന്ന ആംബുലൻസുകൾ ഇങ്ങനെ പാഞ്ഞു പോകുന്നുണ്ട്. ഈ പാഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ച്, ഡ്രൈവർമാരെ സംബന്ധിച്ച് ദീർഘദൂര യാത്രയിൽ ഒരു തുള്ളി പോലും വെള്ളം കിട്ടാൻ കഴിയാത്ത, ഒരു വീട്ടിൽ കയറി ഒരു തുള്ളി വെള്ളം ചോദിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറ്റാൻ കഴിയാത്തൊരു സാഹചര്യം, ഭക്ഷണം കിട്ടാത്തൊരു സാഹചര്യം ഒക്കെ നമ്മൾ കാണാനായിട്ടേ പലപ്പോഴും പല ഭാഗത്തും വണ്ടി നിർത്തിയിടുമ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ വേദനകളാണ് മനസ്സിലായത്. ഇക്കാര്യം കൊരട്ടിയിൽ അക്കാലത്ത് പ്രവർത്തിച്ചിരുന്ന SHO അരുൺ സാറ് പല ആളുകളുമായിട്ട് പലപ്പോഴും സമൂഹ സംഭാഷണത്തിൽ ഇത് ചർച്ചയിൽ വരികയും ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൊതിച്ചോറുകൾ കളക്ട് ചെയ്തുകൊണ്ട് ജില്ലാതിർത്തിയെ പുറത്ത് നിന്നാൽ കൊടുക്കാൻ കഴിയുമ്പോൾ എന്ന് പരീക്ഷിക്കാൻ വിചാരിച്ചു. അങ്ങനെ ആദ്യത്തെ ദിവസം കുറച്ച് പൊതിച്ചോറുമായിട്ട് നമ്മൾ പുറത്ത് കാത്തു നിൽക്കുകയും അവിടെ വന്ന വാഹനങ്ങളിലെ ആളുകൾക്ക് ഈ പൊതിച്ചോറും വെള്ളം കൊടുത്തു. മിക്കവാറും ആംബുലൻസ് ഡ്രൈവർമാരെ രോഗികളായിരുന്നു. ആ ഭക്ഷണം കിട്ടുന്നത് തുടരുമ്പോൾ ഇന്നത് 6 വർഷം പിന്നിടുകയാണ്. 6 വർഷം പിന്നിടുമ്പോൾ ഒരുപക്ഷെ ഞങ്ങളൊക്കെ ആദ്യത്തെ ദിവസങ്ങളിൽ 11 ടെൻഷനാണ്. ഈ ആളുകൾ വന്നു നിൽക്കും, ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഇപ്പൊ 11 നമ്മൾ അറിയുന്ന പോലുമില്ല. കാരണം അത് കൃത്യമായിട്ട് അവിടെ ഭക്ഷണം 1 രൂപ പോലും നമ്മൾ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. നമുക്കറിയാം എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള വിദേശ പ്രവാസികളുണ്ട്. ബോംബെയിലെ ടാറ്റ കമ്പനി നമ്മളുടെ ഈ പ്രോജക്ട് കണ്ടതിന് ശേഷം അവർ നമ്മളോട് ഒരു പ്രോജക്ട് കൊടുക്കാൻ പറഞ്ഞു. ഈ പ്രോജക്ട് അവരേറ്റെടുക്കാം, അവരിത് നടത്തിക്കൊണ്ടുപോകാമെന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ 2 പ്രോജക്റ്റുകളോട് നമ്മളൊരു പോസിറ്റീവ് സമീപനം കാണിച്ചില്ല. ആ സമീപനം കാണിക്കാതെ പോയതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാരണം ഈ സംവിധാനം നമ്മുടെ സമൂഹം നമ്മൾ കാലങ്ങളായിട്ട് ഏറ്റെടുത്തിട്ടുള്ളൊരു പദ്ധതിയാണ്. തുടർന്ന് അത് കൊണ്ടുപോകാൻ നമുക്കാകും എന്നുള്ളൊരു കരുത്ത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഇത് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം ഓരോ ദിവസവും സ്കൂളുകൾ കൃത്യമായിട്ട് മത്സരിച്ച് നമുക്കവിടെ ഭക്ഷണപ്പൊതികളുണ്ട്. അപ്പൊ ഈ 2 മാസമൊക്കെ വെക്കേഷൻ എന്ത് എന്ന് ആലോചിച്ച് നമ്മൾ ആ സ്കൂളുകൾ എങ്ങനെ ബാക്കപ്പ് ചെയ്യാമെന്ന് ആലോചിക്കുന്നതിന് തൊട്ട് പിന്നാലെ നമുക്ക് ഫോൺ കോളുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഭക്ഷണം വരുന്നുണ്ട്. ഇന്ന് വരെ 6 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും നമുക്കവിടെ ഭക്ഷണത്തിന് മുട്ടുണ്ടായിട്ടില്ല. ഒരുപാട് അഭിമാനം തോന്നുന്നു. ഇങ്ങനെ ഒരു ഉപസഭയെ എന്റെ ജില്ലയുടെ കീഴിലുണ്ടല്ലോ എന്നുള്ള ഒരുപാട് സന്തോഷം ഇവിടെ അറിയിക്കുകയാണ്. പിന്നെ മാതൃസഭയുടെ ആണെങ്കിലും അതെ റിപ്പോർട്ടിലൊക്കെ ജീവാമൃതൊക്കെ
അതിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറഞ്ഞ് പ്രത്യേകം ഒരു തലക്കെട്ടോടുകൂടി അതൊന്നും ഒരു ഉപസഭയിലും ഇല്ല. ആ ജീവാമൃതം എന്ന് പറഞ്ഞൊന്ന് പരാമർശിക്കാറ് പോലും ഇല്ല ഒരു റിപ്പോർട്ടിലും. അവർക്ക് കിട്ടിയോ അതോ കൊടുത്തുവോ എന്നുള്ള ഒന്നുമില്ല. ജീവാമൃതത്തിന്റെ ഒരു ട്രസ്റ്റ് മെമ്പർ വരും, അവരെന്തെങ്കിലും പറയും പോകും. ഇത് അല്ലാതെ ജീവാമൃതത്തിന് ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി കണ്ട ഒരു ഉപസഭ അവര് എല്ലാ മാസവും ഞാൻ ഇതൊക്കെ കാണാറുണ്ട്. ഞാൻ അതിലത്തെ ട്രസ്റ്റ് ബോർഡ് മെമ്പർ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ മിഷനാട്ടം വന്ന കാരണം എനിക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അത് എല്ലാവർക്കും ചെല്ലുമ്പോൾ പറയാൻ സാധിക്കാറുണ്ട്. അതിന് അന്നമന ഉപസഭേനെ പ്രത്യേകിച്ച് പറയണം. അവർക്ക് പറ്റുന്ന തുക പിരിച്ചെടുത്ത് എല്ലാ മാസവും കൊടുക്കുന്നത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ഇങ്ങനൊരു ശ്രമം എന്റെ ഉപസഭയിൽ നടത്തി, പക്ഷെ വിജയിച്ചില്ല. എന്റെ ദൗർഭാഗ്യം എന്ന് വേണമെന്ന് പറയാൻ ഇനിയും ഞാൻ ശ്രമിക്കും. ഇവിടെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു അന്നമന ഉപസഭയായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെന്ന്, സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു അന്നമന ഉപസഭയായിട്ട് ചെറിയൊരു ബന്ധമുണ്ടെന്ന്. ഞാനൊന്നും കുറയ്ക്കുന്നില്ല, എനിക്കും ചെറിയൊരു ബന്ധമുണ്ട്. എൻ്റെ അമ്മക്ക് അന്നമന ഉപസഭയിലാണ്. പൊതുവെ പല പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. യുവജനങ്ങൾ കുറവാണ് പ്രവർത്തനങ്ങളെന്നറിയാം. എന്നാലും ഒരുവിധം പ്രവർത്തനങ്ങളിലൊക്കെ അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ാണെന്ന് സുധീർത്തി എന്നെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയ എന്താ അറിയോ, ഞങ്ങളെ ചാലക്കുടി വാർഷികം നടന്ന അന്നടക്കം ഇത്രയും ആളുകളെ കണ്ടില്ല. ഇവിടെ വനിതകളും പുരുഷന്മാരും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു ഉപസഭയാണ്. ഇത്രയും നിറഞ്ഞ ഞാൻ രാവിലെ വരുമ്പോൾ ഇവിടെ കുറച്ച് കസാല കണ്ടപ്പോൾ വിചാരിച്ചു ഇത്രയൊക്കെ കസാല എടുത്തിരുന്നു, അതിലേക്കൊക്കെ ആളുണ്ടാവുമോ. ഞാൻ വരുന്ന സമയത്ത് 2-3 പേരൊക്കെ ഉള്ളൂ ഇവിടെ. ഇപ്പൊ അതല്ല, നിറഞ്ഞിരിക്കുന്നു, അതല്ല പുറത്ത് ആളിരിക്കുന്നു. വളരെയധികം സന്തോഷം. പിന്നെ സുശീല ടീച്ചർ ഓരോ 8 മേഖല ഉണ്ട് എന്ന് പറഞ്ഞു. അതിലൊരു മേഖലേന്റെ കോർഡിനേറ്ററാണ് ജ്ഞാനദീപം. ഈ ജ്ഞാനദീപത്തിന്റെ കോർഡിനേറ്റർ എന്താ അതിന്റെ ഉദ്ദേശം എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മള് നമ്പൂതിരി സമുദായത്തിലുള്ള ആളുകളാണ് ഒരു സ്ഥലത്തും മുന്നിലില്ല. അതിലേക്ക് ഭാവിയിലെങ്കിലും നമ്മൾ ആ ഓരോരോ പദവിയിലേക്ക് എത്താൻ വേണ്ടി അതിന് കുട്ടികളാവുമ്പോൾ തൊട്ടേ നമ്മൾ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതാണ് പറയാനുള്ളത്. കുട്ടികൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സൗകര്യത്തിനായിട്ടുള്ള വലിയൊരു ഹോളുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും പഠിക്കാനോ, അത് കായികമായിക്കോട്ടെ ഏത് കാര്യങ്ങളും പഠിപ്പിക്കാനുള്ള ഒരു വേദി. പണ്ട് കാലങ്ങളിലാണെങ്കിൽ ഇല്ലങ്ങളിൽ വെച്ച് മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും നമുക്ക് വേണ്ട കഥകൾ പറഞ്ഞു തരും. ആ കഥകളിലൂടെ നമ്മളിങ്ങനെ പോവായിരുന്നു. ഇന്ന് കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു വേദിയില്ല. പണ്ട് കുട്ടികൾക്ക് നല്ല ഭാവനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ഭാവനയുടെ ആവശ്യമില്ല. എല്ലാതും TV-യിലോ മൊബൈലിലോ നോക്കിയാൽ കാണാണ്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് മുത്തശ്ശന്മാരൊക്കെ കഥ പറഞ്ഞുതരും, അച്ഛൻ കഥ പറഞ്ഞുതരും. മഹാഭാരത യുദ്ധം നടന്ന സംഭവം ഇങ്ങനെ പറഞ്ഞ് ഓരോ കഥകൾ പറയുമ്പോൾ ഞങ്ങളത് മനസ്സിലാ കാണുന്നത്. ഇങ്ങനെ പത്മവ്യൂഹം ഭേദിച്ച് അഭിമന്യു എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാണാം. ഇന്നതല്ല, കുട്ടികൾക്കെല്ലാം മുമ്പ് കാണാം. അപ്പം തല വർക്ക് ചെയ്യേണ്ട ഒരാവശ്യവും അവർക്കില്ല, എല്ലാം മുന്നിലുണ്ട്. അങ്ങനെ ആവരുത്. നമ്മൾ കുറച്ചു നേരം തന്നെയെങ്കിലും കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അതിനാദ്യം വേണ്ടത് നല്ല പാരന്റിങ്. നമ്മളെ അതുതന്നെയല്ല, ഈ പ്രവർത്തനങ്ങൾ വളരെ വലിയ വിശാലമായി അടുക്കും ചിട്ടയായി ഇനിയും വലിയ സ്വപ്നങ്ങൾ കാണണം, വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യണം. അതിന് ശേഷിയും ശേമുഷിയുമുള്ള ഒരു നേതൃത്വം അവിടെയുണ്ട്. പ്രത്യേകിച്ച് വനിതാ സഭകൾ, ശ്രീമാതാ, ശ്രീമഹാരാജ്ഞി, ശ്രീമൽ സിംഹാസനേശ്വരിയായിട്ടുള്ള വനിതകൾ ഈ പുരുഷന്മാരുടെ സീറ്റ് വരെ കൈവരിച്ച് കവർന്നു വന്നിരിക്കുകയാണ്. അങ്ങനെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. അവർ വിചാരിച്ചാൽ നടക്കും. അടുത്ത വർഷം, കഴിഞ്ഞ വർഷം ഞങ്ങൾ പൂപ്പത്തി ഉപസഭയെ ഏറ്റവും നല്ല ഉപസഭയ്ക്കുള്ള അവാർഡ് വാങ്ങി. ഈ വർഷം അന്നമന്റെ ഉപസഭ കരസ്ഥമാക്കണം. അത് കരസ്ഥമാക്കിയാൽ അതിന് നൽകുന്ന സ്വീകരണ യോഗത്തിൽ, അടുത്ത ആ യോഗത്തിൽ ക്ഷണിച്ചില്ലെങ്കിലും ഒരു ക്ഷണിക്കാത്ത അതിഥിയായി സ്ഥിരം സദ്യ കൊണ്ടുവന്നാൽ ക്ഷണിക്കാത്ത അതിഥിയായി ഇവിടെ വന്ന് പ്രസംഗിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എല്ലാ അന്നമന്തിയുടെ കാര്യം പറഞ്ഞ പൈതൃകത്തിനെ പറ്റി പറഞ്ഞാൽ മാപ്രാമ്പലി കാവേട്ടനെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. നാനും
ഒന്നും വിട്ടുകളയാൻ പറ്റില്ല. അത്ര പൂർവ്വസൂരികളുടെ പാദസ്പർശം കൊണ്ട് പവിത്രമായ അന്നമല്ല മഹാദേവൻ. അന്നദാന പ്രഭുവായ മഹാദേവന്റെ നിക്രിയാനത്തോട് കണ്ടത് വേണുനാഥം നമ്മൾ കേട്ടില്ലേ? ആ മാതൃഭൂമിയെ സ്നേഹിക്കുന്ന വേണുനാഥം അതിൽ നിന്ന് ഒഴുകി വന്ന അത് ശരിക്കും മുരളീരവമാണ്. അത് രാജ്യത്തെ പ്രകമ്പനം കൊണ്ടിരിക്കുന്ന നമ്മുടെ യോഗക്ഷേമ സഭയെ തന്നെ ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുന്നതാണ് ആ വേണുനാഥം. അതിൽ കൂടുതൽ വലിയ സാക്ഷ്യപത്രം എന്താണ്? അപ്പൊ അതുകൊണ്ട് അടുത്ത വർഷം നമ്മുടെ അവാർഡ് വാങ്ങുമ്പോൾ അതിന്റെ കൂടെ ജീവാമൃതവും കൂടി വളരട്ടെ. സമ്പൂർണ്ണ ജീവാമൃത ഉപസഭയായി ഇത് പ്രഖ്യാപിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാവുകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇന്ന് എന്റെ അച്ഛൻ ഉണ്ണികൃഷ്ണൻ അപ്പോളോ ആസ്പത്രിയിൽ ഒരു സീരിയസ് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അതിന് പോലും പോകാതെ ഞാൻ അന്നമൻ്റെയായിട്ടുള്ള ആത്മബന്ധം കൊണ്ടാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത വർഷം എന്തായാലും നമുക്ക് അന്നമൻ്റെക്ക് മേടിക്കണം ഈ അടുത്ത ഏറ്റവും നല്ല റെസ്പെക്റ്റഡ് അവാർഡ് എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്നലെ രാവിലെ ജില്ലാ സെക്രട്ടറി, അതായത് ജില്ലാക്ഷേമത്തിന്റെ സെക്രട്ടറി ശ്രീ മനോജ്, അദ്ദേഹം വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞ് ഇന്ന് അന്നനാട് ഉപസഭയുടെ വാർഷികത്തിന് ജില്ലയിൽ നിന്ന് ആരംഭിക്കില്ല, അതുകൊണ്ട് ഇതൊന്ന് ഡീൽ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെന്താ പറയുക, കാരണം ഇപ്പൊ ജില്ലാക്ഷേമമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞാൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആർക്കും വരാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് തൃശ്ശൂർ ബ്രഹ്മസമുദ്രത്തിലെ ഒരു വൈദിക ക്യാമ്പ് നടക്കുന്നുണ്ട്. മറ്റേ എല്ലാ വൈദികന്മാരും കൂടിയിട്ട് നമ്മുടെ കുലവാലായ്മ ആചരണം, അതുപോലെ തന്നെ വൈവാഹിക ഇത് രണ്ടും
ഏറ്റുവാങ്ങിയ രജുവേട്ടൻ അമ്പഴക്കാട്, കാശമോട്ടം ശ്രീലത എഴുതി, നരമംഗലം സതീഷ്ണേട്ടൻ, ദേവനാരായണൻ, ജയദേവൻ തുടങ്ങിയവരാണ് നമുക്കിന്ന് സംഗീത സഭ അവതരിപ്പിക്കുന്നത്. ഒരാളെ ഞാൻ വിട്ടുപോയി, അനിരുദ്ധൻ, രജുവേട്ടന്റെ പുത്രൻ അനിരുദ്ധൻ. എല്ലാവരും കസേരകളിൽ ഇരുന്ന് ഗണപതി മനസ സ്മരാമി 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 ഗണപതി വസിഷ്ഠവാമദേവാതി ഗണപതി വസിഷ്ഠവാമദേവാതി ഗണപതി മഹാദേവ സുത വസിഷ്ഠവാമദേവാദിവദിത മഹാഗണപതി